ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ വീടിൻ്റെ അകത്ത് കുറച്ച് പ്ലാന്റ്സ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ക്ലീനിങ് വ്ളോഗ് ആട്ടുന്നു. ഈ 2 മണി പ്ലാന്റ് ആട്ടോ എൻ്റെ ഫേവറേറ്റ്. എന്തോ ഒരു പ്രത്യേക ഭംഗിയില്ലേ ഇതിൻ്റെ കളറൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ആകെ പച്ച പിടിച്ച് കിടക്കുക കേട്ടോ. ഇതിൻ്റെ കളർ കണ്ടില്ലേ, വെയിലൊക്കെ പച്ച വന്നിട്ടുണ്ട്, ഇലയൊക്കെ ആകെ ഉണങ്ങിയിട്ടുണ്ട് കണ്ടോ. ആകെ ചീഞ്ഞ കളറായിട്ടുണ്ട്, വെള്ളമൊക്കെ ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നന്നാക്കിയിട്ട് വേണം. എനിക്കിതിലെല്ലാ പ്ലാന്റ്സിൻ്റെയും പേരൊന്നും അറിയില്ല കേട്ടോ. എനിക്ക് ആകെ ഇതിൽ മണി പ്ലാന്റ് എന്ന് മാത്രമേ അറിയുള്ളൂ, ബാക്കിയിട്ട് ഒന്നിൻ്റെയും പേര് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയും കേട്ടോ ഞാൻ അകത്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് നന്നാക്കിയെടുക്കാം. ഞാൻ വെയിലത്ത് വെച്ചപ്പോഴാട്ടോ അതിൻ്റെ ശരിക്കുള്ള കളറ് ശ്രദ്ധിച്ചത്. നല്ല ഒരു ഭംഗിയുള്ള റെഡല്ലേ. അപ്പോൾ ഞാൻ എല്ലാതും പുറത്തെടുത്ത് വെച്ചു. ഈ കപ്പിൽ നിന്നൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ട് അങ്ങനെ വെള്ളമൊക്കെ കളഞ്ഞു. ഈ പച്ച കപ്പ് കണ്ടോ, ഇത് 2 എണ്ണം ആട്ടുള്ളത്. ഇത് അച്ഛൻ പണ്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം അതിൻ്റെ പിടി പോയപ്പോൾ എനിക്കെന്തോ കളയാൻ തോന്നിയില്ല. അപ്പം എന്നാൽ ഞാൻ വിചാരിച്ചു എന്നാൽ മണി പ്ലാന്റ് ഒക്കെ വെച്ച് വെക്കാമല്ലോ, കാണാൻ ഭംഗിയുള്ള കപ്പാണല്ലോ വെച്ച്. അങ്ങനെ ഒരു ചെടി ഇട്ട് വെച്ചതാട്ടോ മണി പ്ലാന്റ്. അപ്പം കപ്പിൻ്റെ ഉള്ളൊക്കെ നന്നായി അരച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പച്ച കളർ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ നന്നായി അരച്ച് കഴുകി ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളം നിറച്ച് വീണ്ടും ഈ ചെടി അതിലോട്ട് തന്നെ വെക്കാം കേട്ടോ. അങ്ങനെ ഓരോ ഇലയത്തെയും ചളിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കിയിട്ട് ഞാൻ ഓരോ കപ്പിക്കും വെച്ചു കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, ഇത് വേര് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. എത്ര വലിച്ചിട്ടും ഇങ്ങോട്ട് വരുന്നില്ല. അത് അതിൻ്റെ ഉള്ളിൽ ആകെ കുടുങ്ങി കിടക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു വെള്ളമൊക്കെ കളഞ്ഞാൽ വരുമായിരിക്കുമെന്ന്. പക്ഷെ വന്നില്ല. ലാസ്റ്റ് എന്തുണ്ടായി, അതിൻ്റെ ഒരില അങ്ങനെ പൊട്ടിപ്പോന്നു, മൊത്തത്തിൽ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഇല ഉണ്ട്. അത് പുറത്തേക്ക് എടുക്കാൻ പറ്റിയില്ല. അത് ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ. ഇത് ഞാൻ ഈ റിബണൊക്കെ വെച്ച് കൊടുത്തട്ടോ. ഇതിൻ്റെ ഒരു ചെടി ഉണ്ട് വീട്ടിൽ, മണ്ണിൽ വെച്ചത് കണ്ടോ. ഇത്രയും വലിപ്പമുണ്ട്. അത് ഇങ്ങനെ 2 സെറ്റായിട്ടുള്ളത്. വേറൊരു ചട്ടിയിൽ ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇത്രയും വലിപ്പമുള്ളതാട്ടോ അത്. ഇതാട്ടോ ഞാൻ വെച്ചതിൽ ഏറ്റവും വലിയ ബൗള്. അപ്പോൾ ഇത് ഞാൻ ചെടിയൊക്കെ വെക്കുന്ന സമയത്ത് ഇതിലൊരു വേര് പോലും ഇല്ലായിരുന്നേ, റൂട്ടൊന്നും വന്നിട്ടില്ലായിരുന്നു. ഞാൻ വെറുതെ ഒരു കമ്പെടുത്ത് വെച്ച്, കമ്പല്ല അതിൻ്റെ അതിങ്ങനെ വേരില്ലാണ്ട് വെച്ചതായിരുന്നു. ഇപ്പം കുറേ വേരുകളൊക്കെ വന്നു. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നന്നായി വൃത്തിയാക്കി കഴുകി. ഇപ്പം എല്ലാവരും ഞാൻ കുളിപ്പിച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അകത്ത് കൊണ്ടുപോയി വെക്കാം. അപ്പോൾ ഇത് ഞാൻ ഇനി അകത്തുനിന്ന് നട്ട് വെക്കുക, അകത്തുനിന്ന് സെറ്റാക്കാം. അപ്പോൾ ഇത് അവിടെയൊക്കെ തുടച്ചു, ആകെ പൊടി പിടിച്ചെടുക്കായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നെടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് 2ഉം വെച്ചു. ഇത് വാഷ് ബേസിൻ്റെ അവിടെ കേട്ടോ. അപ്പോൾ ഇവിടെയും ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. ഇവിടെ എപ്പോഴും ഇങ്ങനെ പൊടി വരുന്നതാണ്. എത്ര ക്ലീൻ ആക്കിയാലും പൊടി പിന്നെയും വരുന്നു. അപ്പോൾ അത് അവിടെ വീണ്ടും കൊണ്ട് വെച്ചപ്പോഴാണ് ഒരു വേര് പുറത്ത് കിടക്കണ ഞാൻ കണ്ടത്. അപ്പോൾ പിന്നെ അത് റെഡിയാക്കി അങ്ങനെ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ കോഴികൾ കിടന്ന് കരയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ച് കോഴികൾക്ക് അരി ഇട്ട് കൊടുക്കാൻ വിചാരിച്ച് അരി കൊടുത്തപ്പോൾ കോഴികൾ എനിക്ക് എന്ത് തന്നു, ഒരു മുട്ട തന്നു. അപ്പോൾ കോഴി എനിക്കൊരു മുട്ട തന്നു, അരി ഇട്ട് കൊടുത്ത സന്തോഷത്തിൽ. പിന്നുള്ളത് ഈ സ്നേക്ക് പ്ലാന്റ് ആണ്. ഇത് 2 മാസത്തിൻ്റെ മേലെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഈ ചെടി മാത്രം ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അതിൽ ചളി ഇങ്ങനെ കാണുന്നതുകൊണ്ട് നമുക്ക് കല്ലെടുത്ത് വെക്കാം. അപ്പോൾ ഈ കല്ല് നോക്ക്, ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അതും വെച്ചു, അതങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് അത്തറിൻ്റെ കുപ്പിയാട്ടോ. ഞാൻ ഇതിൽ വെള്ളമാക്കിയിട്ടാണ് ഈ ചെടികൾക്കൊക്കെ നനച്ചു കൊടുക്കൽ. അപ്പോൾ അതങ്ങനെ എല്ലാ ചെടീനെയും ഒന്നും കൂടെ നനപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചെടീൻ്റെ ഇല ഉണങ്ങിയിട്ടുണ്ടേനെ. അപ്പോൾ അതിൻ്റെയൊക്കെ തല നമുക്ക് വെട്ടിക്കൊടുക്കാം. അങ്ങനെ 3 എണ്ണത്തിനും തല ഞാൻ വെട്ടിക്കൊടുത്തു. അതിൽ 3 എണ്ണം വേറെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ, പുതിയ 4 എണ്ണം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് സെറ്റായി വളരട്ടെ. ഇനി അതിനെയും കൂടെ നമുക്ക് നനച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി ഇത് സെറ്റാക്കാം കേട്ടോ. അപ്പം അതിൽ ഓരോരോ ചെടികളെടുത്ത് ഇങ്ങനെ ഞാൻ ഓരോന്ന് വെച്ചു, മൊത്തം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാത്തിൻ്റെയും ചളിയൊക്കെ പോയി. ഇനി ഇവർക്കും കൂടെ കുറച്ച് ദാഹജലം കൊടുക്കാം. അങ്ങനെ വെള്ളമൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.